ഹായ് ഡിയർ ഫ്രണ്ട്സ്, അങ്ങനെ ഞങ്ങൾ കൊടൈക്കനാലിൽ നിന്നും കൂക്കൽ എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെത്തി. ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരമാണ് നമ്മളവിടെ എത്തിച്ചേർന്നത്. കൊടൈക്കനാലിൽ നിന്ന് ഏകദേശം 30-35 കിലോമീറ്ററോളം ദൂരമുണ്ട്. അതുപോലെ തന്നെ കണ്ടാലറിയാം, അതിമനോഹരമായൊരു കൊച്ചു ഗ്രാമം തന്നെയാണ് ഞങ്ങളീ കാണുന്നത്. അങ്ങനെ ഇവിടെ വന്ന് ഒരു ചോറ് ചിക്കൻ കറിയാണ് നമുക്ക് കിട്ടിയത്. അതുപോലെ തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഫുഡൊന്നും കിട്ടാൻ ഇവിടെ ചാൻസ് ഇല്ല. അപ്പോൾ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിതാ കിട്ടിയിട്ടുണ്ട്. ചോറും ചിക്കൻ കറിയും കൂടെ 50 രൂപയാണ്. നല്ല സൂപ്പർ ചിക്കൻ, രസം, ചോറ്. വീഡിയോ എടുക്കണം. കൂകൽ എന്ന് പറയുന്ന ഒരു ചെറിയൊരു വില്ലേജിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഒരു വില്ലേജ് എന്ന് പറയുമ്പോൾ നമുക്ക് കാണാം അല്ലേ, കുഞ്ഞു കുഞ്ഞു വീടുകളും കുഞ്ഞു കുഞ്ഞു ഹോട്ടലും. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ഒരു ചേച്ചിയുടെ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ചോറ്, രസം, ചിക്കൻ കറി. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ചേച്ചിയെ പരിചയപ്പെട്ടു. ചേച്ചി മലയാളിയാണ്, മൂന്നാറുള്ള ചേച്ചിയാണ്. ചേച്ചി ഹായ്. ചേച്ചി കുഴച്ച് തന്നാടാ? കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കണ്ട് പട്ടിണി കിടന്ന് ചാവാൻ മാറ്റി തിന്ന്. தம்பி எப்படி இருக்கு? நல்லா இருக்கு. இந்த மோம் பார்த்தாலே தெரியுது. சத்தியம் നമ്മളിങ്ങനെ കറങ്ങി കയറണം. ഇതൊന്നും കാണാതെ മരിച്ചു പോയാൽ എന്ത് ചെയ്യും? വീട്ടിലടയിരിക്കാതെ ഇറങ്ങി വരൂ. നിങ്ങളൊന്നും ചെയ്യണ്ട. എന്റെ സുഹൃത്തുക്കളെ ഇങ്ങോട്ട് നോക്കൂ. ഒരു സെറ്റ് കേട്ടാ, പച്ചപ്പരവധിയാണ് വിരിച്ച പോലെ. നമ്മൾ ഒരുപാട് റീൽസിലൊക്കെ കണ്ട ഒരു സ്ഥലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നല്ലൊരു വ്യൂ പോയിന്റിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അകത്ത് കയറുന്നൊക്കെ 50 രൂപ പാസ്സാണ്. കാണിച്ചു തരാം. പയ്യപ്പോ ഒരു രക്ഷയില്ല. ഇതിലും കാഴ്ച നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഇവിടുന്ന് കാണാം നമുക്ക്. അതല്ല, ഈ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ എന്തിലൊക്കെ പോകും ഒരു പേടിയാണ്. കാരണം അതാണ്ട് ഇവിടെ എല്ലാം ഇടിഞ്ഞു പോയിട്ടുണ്ട്. എത്തിയിട്ടുണ്ട്. താഴെ ഇതുപോലൊരു വ്യൂ പോയിന്റ് ഇനി ഞാൻ കണ്ടിട്ടില്ല. നിങ്ങളത് നോക്കിയേ, എന്ത് ഭംഗിയാ മലകൾക്കാണ്. ഇവിടെ വന്നിട്ട് നമ്മൾ 50 രൂപ ഇവിടെ മുടക്കുന്നതിൽ ഒരു നഷ്ടവും ഇല്ല. അത്രയ്ക്ക് മാത്രം നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ താഴെല്ലാം ഒരുപാട് പശുത്തൊഴുത്താണ് കേട്ടോ കാണുന്നതൊക്കെ. ഇതാണ് അപ്പോൾ ഞാൻ പറഞ്ഞ ആ വീട്. നല്ല ഭംഗിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ. ആൾതാമസം ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഇവിടം വരെ വന്നിട്ട് നമ്മൾ ഇത് കണ്ടില്ലെങ്കിൽ ഒരുപാട് തന്നെ നഷ്ടം തന്നെയാണത്. നോക്കടാ, 2 പട്ടിക്കുട്ടി. അയ്യോ നോക്കടാ, പട്ടിക്കുട്ടി നടക്കുന്നു അടുപ്പിൻ്റെ ഇടയിൽ ചൂട് കൊള്ളാൻ വേണ്ടി.
അയ്യോ Vale,